You are watching TV Next. പ്രിയാഷൻ മാഡം നമ്മോടൊപ്പം ഉണ്ട്. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും സംവിധായകയും കൂടെയാണ് അല്ലേ? സത്യജിത്ത് അവാർഡ് ഡേറ്റിൽ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു മാഡം? എന്റെ 89ാമത്തെ അവാർഡ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡാണ് ഇന്ന് ഞാൻ ഏറ്റുവാങ്ങുന്നത്. ഈ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ ഇപ്പോൾ 5ാമത്തെ വർഷമാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് എന്നെ ഏറ്റവും അധികം എന്നെ സന്തോഷിപ്പിച്ചത്, അതായത് പ്രൗഡ് മൊമെന്റ്സ് എന്ന് പറയുന്നത്, മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനേത്രി ഷീലാമ്മയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുവാനും ഒരു ക്യാൻസർ സർവൈവർ ആണ് എന്ന് പറഞ്ഞപ്പോൾ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണം, ഷീലാമ്മ പ്രാർത്ഥിക്കണം, അടുത്ത വർഷവും എനിക്ക് അവാർഡ് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ 100 അവാർഡുകൾ തികയട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആ കവിളിൽ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമായി കരുതുന്നു. ഈ ഒരു നിമിഷം ജീവിതത്തിലെ ഏറ്റവും അഭിമാനമുള്ള നിമിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ മാഡം ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ കാണുകയുണ്ടായി. കാരണം മാഡം ഷീലാമ്മ അടുത്ത് വന്ന് ഒരു കാലിൽ തൊടുക, ഞാൻ അത് ചെയ്തത് ഒരുപാട് പേര് ഷീലാമ്മയുടെ അടുത്ത് വരികയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തപ്പോഴും എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അവര് ഒത്തിരി തിരക്കാണല്ലോ, വേണ്ട, ശല്യപ്പെടുത്തണ്ട. പക്ഷെ എന്നെ എന്തോ ഒരു പ്രേരക ശക്തി ആണ് അവരുടെ അടുത്തേക്ക് വരാനും ആ ഷീലാമ്മയെ കണ്ടപ്പോൾ ആ ഒരു പാദങ്ങളിൽ തൊട്ട് എത്രയോ കഥാപാത്രങ്ങൾക്ക് കരുത്തുറ്റ ജീവൻ നൽകിയ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു എന്താ പറയുക ചിരഞ്ജീവനമായി നിൽക്കുന്ന ഷീലാമ്മയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ, പ്രിയാഷൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. അത് ഈ സത്യജിത്ര ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് അമ്മയുടെ ആ അടുത്ത് ഷീലാമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു അവാർഡ്, അത് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും മാഷെ വീണ്ടും വീണ്ടും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇതുപോലെയുള്ള നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ ഈ മൊമെന്റ്സ് ഒക്കെ തന്നെയാണ്. ഇനിയുള്ള പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇനിയുള്ള പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ 60ഓളം ഡോക്യുമെന്ററികളും കവിതകളും ആൽബങ്ങളും ചെയ്ത് റിലീസാക്കി 89ാമത്തെ അവാർഡാണിത്. ഒരു മൂവി കഥ തിരക്കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ചു വാഹിനി. അടുത്തത് ഒരു പഴയ കാലത്തെ ഒരു ദുരാചാരത്തെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ പുറകെയാണ്. അതിനോടൊപ്പം പൊട്ടൻ, അഭ്യാഹനനം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഡോക്യുമെന്ററിയും, ഇപ്പൊ പറഞ്ഞ 2 ഷോർട്ട് മൂവീസ് ആണ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമയാണ് കലയുടെ അവസാന വാക്കെന്ന് ഞാൻ കരുതുന്നില്ല. സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ആകുന്നത് വരെ ഇങ്ങനെ ഓരോ മാസം ചെയ്യുന്നുണ്ട്. അത് 60ഓളം ആയി. മലയാളത്തിൽ തന്നെ അത്രയും ചെയ്തൊരു ലേഡി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്താ പറയുക, ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, അമിതമായ കലയോടുള്ള അഭിവാഞ്ച കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കീമോയും റേഡിയേഷനൊക്കെ എടുക്കുമ്പോൾ പോലും ഞാൻ എന്താ പറയാ, അഭിനയവും ഒക്കെ അങ്ങനെ കീമോ എടുത്തിട്ടാണ് അഭിനയിച്ചതാണ്. ഈ ഞാൻ അഭിനയിച്ചു, ഡയറക്റ്റ് ചെയ്തതാണ് ഇപ്പൊ ഈ കദർത്തിത. അപ്പൊ അതിനാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അപ്പോഴും നമ്മൾ തോറ്റിട്ടില്ല വിധിയുടെ മുമ്പിൽ. അപ്പൊ ഷീലാമ്മയെ പോലെയുള്ളവരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.